ഒരു ഇടവേളയ്ക്ക് ശേഷം അമേരിക്കയും ചൈനയുമായിട്ടുള്ള വ്യാപാര യുദ്ധം അത് കൊടുമ്പിരി കൊള്ളാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുതിയതായിട്ട് പുറത്തു വരുന്നത്. അതായത് ട്രംപ് നേരത്തെ ചൈനയ്ക്കെതിരെ ഏതാണ്ട് 200% താരിഫ് ചുമത്തിയതിന് ശേഷം പിന്നീട് പല ചർച്ചകൾക്കൊടുവിൽ അതായത് ഒരു 30%-അടുത്തേക്ക് കുറച്ചു കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഇപ്പോൾ നവംബർ 1 മുതൽ താരിഫ് 100% തീരുമാനത്തിലേക്ക് അമേരിക്ക പോകുന്നു എന്നുള്ളതാണ് പുതിയ വാർത്തകൾ. അപ്പോൾ അതിന് കാരണം എന്തെന്നാൽ ചൈന അവരുടെ റെയർ എർത്ത് മൂലകങ്ങൾ, അതായത് അമൂല്യമായ ധാതു സമ്പത്തുകൾ, അത് അമേരിക്കയ്ക്ക് കൊടുക്കുന്നതിൽ കർശന നിയന്ത്രണം കൊണ്ടുവരാൻ ആലോചിക്കുന്നു. അതായത് അമേരിക്കയിലോട്ടുള്ള ഇതിൻ്റെ കയറ്റുമതി കർശനമായി തന്നെ നിയന്ത്രിക്കാനാണ് ചൈനയുടെ തീരുമാനം. അപ്പോൾ ഈ കാര്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അമേരിക്ക ചൈനയ്ക്കെതിരെ 100% താരിഫ് പ്രഖ്യാപിക്കാനായിട്ടുള്ള നടപടികളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. നേരത്തെ രണ്ട് രാജ്യങ്ങളും വലിയ രീതിയിൽ വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെട്ടതാണ്. പിന്നീട് അതിന് ഒരു പരിഹാരം ഉണ്ടായതുമാണ്. പക്ഷേ പുതിയ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു 100% നികുതി ചൈനയ്ക്കെതിരെ പ്രഖ്യാപിക്കുമ്പോൾ വീണ്ടും അമേരിക്ക ചൈന വ്യാപാര യുദ്ധം പുനരാരംഭിക്കും എന്ന തരത്തിലുള്ള ഒരു സൂചനയും വരുന്നുണ്ട്. പക്ഷേ നേരത്തെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതേപോലെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും അവരെ അപ്പെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ, ഈ അപ്പെക് സമ്മിറ്റിൽ കൂടിക്കാഴ്ച നടത്തും. അത് നടക്കുന്നത് ദക്ഷിണ കൊറിയയിൽ വെച്ചാണ് നടക്കുന്നത്. ഈ സമ്മേളനത്തിൽ രണ്ട് നേതാക്കളും കൂടിക്കാഴ്ച നടത്തുമെന്നായിരുന്നു പുതിയ വാർത്തകൾ വന്നിരുന്നത്. പക്ഷേ ഇങ്ങനെ ചൈനയ്ക്കെതിരെ 100% നികുതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആ കൂടിക്കാഴ്ച റദ്ദാക്കപ്പെടും എന്നുള്ള വാർത്തകളും ഇപ്പോൾ വരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ചൈന അമേരിക്കയ്ക്കെതിരെ ഇത്ര കർശന നിലപാടെടുക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ റെയർ എർത്ത് മൂലകങ്ങൾ എന്ന് പറയുന്ന, അതായത് അമൂല്യമായ ധാതു സമ്പത്തുക്കൾ, അതിൻ്റെ ഏറ്റവും വലിയ കയറ്റുമതി രാജ്യം ചൈനയാണ്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന റെയർ എർത്തിൽ ഏതാണ്ട് 90% ചൈനയുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ചൈനയ്ക്ക് ഒരു കുത്തക അവകാശപ്പെടാനുണ്ട്. അതുകൊണ്ട് തന്നെ ചൈന എടുക്കുന്ന നിലപാട് അവർക്ക് മറ്റ് കാര്യങ്ങളിൽ ഒരു വിലപേശൽ ശക്തിയാക്കി അതിനെ ഉപയോഗപ്പെടുത്താം. ഇത് കണ്ടുകൊണ്ടാണ് ചൈന ഈ റെയർ എർത്ത് മൂലകങ്ങളുടെ കയറ്റുമതിയിൽ കർശന നിലപാടെടുക്കുന്നത്. അതായത് ചൈന അമേരിക്ക വ്യാപാര ചർച്ചയാണെങ്കിലും ശരി, ചൈന അമേരിക്ക ഉടമ്പടിയാണെങ്കിലും ശരി, ഈ റെയർ എർത്ത് മൂലകങ്ങളുടെ പേരിൽ ആ കാര്യങ്ങൾ ചൈനയ്ക്ക് അനുകൂലമാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ പേരിൽ ചൈനയ്ക്ക് വിലപേശാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ മുൻനിർത്തിയാണ് ആ ഭീഷണി ഇങ്ങോട്ട് വേണ്ട എന്ന് കരുതി ട്രംപ് ഭരണകൂടം ചൈനയ്ക്കെതിരെ 100% നികുതി പ്രഖ്യാപിക്കുന്നത്. ഈ റെയർ എർത്ത് മൂലകങ്ങൾ എന്ന് പറയുന്നത് അമൂല്യമായ ധാതു സമ്പത്തുകൾ വളരെ നിർണായകമാണ്. അത് കൃത്യമായി പറഞ്ഞാൽ ഇലക്ട്രോണിക് വാഹന നിർമ്മാണം, അതേപോലെ ആണവ നിലയങ്ങൾ, വിമാനങ്ങൾ, പിന്നെ സൈനിക റഡാറുകൾ, ഇവയുടെയൊക്കെ നിർമ്മാണത്തിൽ ഈ അമൂല്യ ധാതു സമ്പത്തുകൾ വളരെ നിർണായക പങ്കുണ്ട്. പ്രത്യേകിച്ചും വിമാന എഞ്ചിനുകളുടെ നിർമ്മാണത്തിൽ. കാരണം വിമാന എഞ്ചിനുകളിൽ ഏതാണ്ട് 2000-3000 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ അവിടെ സാധാരണ ലോഹസങ്കരങ്ങളൊക്കെ അത്ര തീക്ഷ്ണമായ ചൂടിൽ ഉരുകി ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ അപൂർവമായ ലോഹസങ്കരങ്ങൾ ഉപയോഗിച്ചാണ് ഈ വിമാന എഞ്ചിനുകളുടെ നിർണായക ഭാഗങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങേണ്ടതില്ല എന്ന ചൈന തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ചൈനയുടെ അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് അമേരിക്ക വഴങ്ങേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ എന്ന് പറയുന്നത് പോലെയാണ് അമേരിക്ക അവർക്കെതിരെ ഇപ്പോൾ 100% നികുതി പ്രഖ്യാപിച്ച ആ ഭീഷണിയെ നേരിടാനായിട്ട് നിലപാടെടുക്കുന്നത്. നേരത്തെ ഒരു വാർത്ത വന്നിരുന്നു. കാര്യം ഇന്ത്യയുമായി ചൈന ഈ റെയർ എർത്ത് മൂലകങ്ങളുടെ ഇടപാടുമായിട്ട് ഒരു ധാരണ എത്തിയിരുന്നു. ഇപ്പോൾ ഇന്ത്യയും ചൈനയുമായിട്ട് വലിയ സൗഹൃദമാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ കാര്യത്തിൽ ചൈന ഒരു നിലപാട് ഇന്ത്യയോട് പറഞ്ഞിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇന്ത്യയിലേക്ക് നൽകുന്ന റെയർ എർത്ത് മൂലകങ്ങൾ അത് അമേരിക്കയിലേക്ക് രണ്ടാമത് കയറ്റുമതി ചെയ്യുന്ന നില ഉണ്ടാകരുത്. ആ കാര്യത്തിൽ ഒരു ഉറപ്പ് ഉണ്ടാകണം എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ അതായത് എൻഡ് യൂസർ എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ, അതായത് ഈ പറയുന്ന ആരാണോ ഈ റെയർ എർത്ത് മൂലകങ്ങൾ ഉപയോഗിക്കുന്നത്, ആ ഉപയോഗിക്കുന്നയാൾ അല്ലെങ്കിൽ അതുകൊണ്ട് നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന കമ്പനി സാക്ഷ്യപ്പെടുത്തണം, ചൈനയോട് സാക്ഷ്യപ്പെടുത്തണം, ഇത് ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിൽ വിനാശകരമായ ആയുധങ്ങളോ യുദ്ധസാമഗ്രികളോ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തണം എന്നുള്ളൊരു നിബന്ധനയും ഇവിടെ ഉണ്ട്. ഇവിടെ 17ഓളം റെയർ എർത്ത് മൂലകങ്ങൾ ആണ് സാധാരണഗതിയിൽ ചൈനയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുക.
അതായത് വലിയ ഖനികളിൽ ഒരുപാട് പണിപ്പെട്ട റെയർ എർത്ത് മൂലകങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കുറഞ്ഞ പരിമിതമായ അളവിൽ മാത്രമാണ് ലഭ്യമാകുക. അപ്പോൾ അത് ഈ പാറകൾ പൊട്ടിച്ചും മണ്ണ് തുരന്നെടുത്തും വലിയ രീതിയിലുള്ള രാസപ്രക്രിയയിലൂടെ കടത്തിവിട്ട് വലിയ രീതിയിലുള്ള പരിസ്ഥിതി നാശം ഉണ്ടാക്കി വലിയ രീതിയിലുള്ള അന്തരീക്ഷ മലിനീകരണം സൃഷ്ടിച്ചാണ് ഓരോ റെയർ എർത്ത് മൂലകങ്ങളും നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ഇതിന് ഭാരിച്ച സാമ്പത്തിക ചെലവുമുണ്ട്. അതുമാത്രമല്ല ഇത് വളരെ പരിമിതമായ അളവിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ചൈനയിൽ ഇത്തരത്തിൽ വലിയ ധാതു സമ്പത്തുകളുടെ വലിയ ഒരു സമ്പാദ്യം അവർക്കുണ്ട്. അതുകൂടാതെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ അടക്കമുള്ള മേഖലകളിൽ ചൈന ഖനനം ചെയ്യുന്നുമുണ്ട്. അങ്ങനെയാണ് ലോകത്തെ ഈ റെയർ എർത്ത് മൂലകങ്ങളുടെ വിപണിയിൽ ചൈന വലിയ നിർണായക സ്ഥാനം നേടിയെടുത്തത്. അപ്പോൾ ഈ കാര്യത്തിൽ ഈ റെയർ എർത്ത് മാഗ്നറ്റ് എന്ന് പറയുന്ന മറ്റൊരു സംഗതിയും കൂടിയുണ്ട്. അതായത് ഈ 17ഓളം അമൂല്യ ധാതു സമ്പത്തുകൾ അത് കൂട്ടിയോജിപ്പിച്ച് തയ്യാറാക്കുന്ന ഒരു ലോഹഭാഗത്തെയാണ് റെയർ എർത്ത് മാഗ്നറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ അത്തരത്തിൽ റെയർ എർത്ത് മാഗ്നറ്റുകൾ ഇന്ത്യയിലോട്ട് അവർ ഇറക്കുമതി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ അവിടെ നിന്ന് വാങ്ങുമ്പോൾ അത് ഒരു കാരണവശാലും അമേരിക്കയുടെ കയ്യിൽ എത്തരുത് എന്നുള്ളൊരു നിലപാടാണ് ഇവിടെ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കാര്യത്തിൽ ഇന്ത്യയും ചൈനയുമായിട്ട് പല രീതിയിലുള്ള ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഇന്ത്യ ചൈനയ്ക്ക് കൃത്യമായ ഉറപ്പും കൊടുത്തിട്ടുണ്ട്. കാര്യം ഈ റെയർ എർത്ത് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചും വളരെ പരിമിതമായ അളവിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിലും ഇതേപോലെയുള്ള ഇലക്ട്രോണിക് വാഹന നിർമ്മാണം, യുദ്ധസാമഗ്രികളുടെ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ ഈ റെയർ എർത്ത് മൂലകങ്ങൾ വളരെ നിർണായകമായ സംഗതിയാണ്. അപ്പോൾ ചൈനയുടെ ഭീഷണി അമേരിക്ക വല്ലാണ്ട് ഭയപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവർ ഇതിനോടകം തന്നെ രാജ്യത്ത് അമേരിക്കയിൽ തന്നെ $400 മില്യൺ നിക്ഷേപം നടത്തി സ്വന്തമായി ഈ റെയർ എർത്ത് ഘടകങ്ങൾ വേർതിരിച്ചെടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ അമേരിക്ക ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഫലവത്താകും എന്നുള്ള അറിയില്ല. കാരണം ഇതൊരു അമൂല്യമായ പ്രകൃതി സമ്പത്താണ്. ഇത് കണ്ടെത്തുക വളരെ ശ്രമകരമായ ദൗത്യവുമാണ്. അപ്പോൾ അത് അമേരിക്കയിൽ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ $400 മില്യൺ അത് പാഴാകാൻ സാധ്യതയുള്ള തുകയും കൂടിയാണ്. അതേസമയം തന്നെ അമേരിക്ക പാകിസ്ഥാനുമായി ഒരു കരാറുണ്ടാക്കി പാകിസ്ഥാനിലെ ഇതേപോലെ ബലൂചിസ്ഥാൻ അടക്കമുള്ള മേഖലകളിൽ ഖനന പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ $500 മില്യൺ ഒരു കരാർ പാകിസ്ഥാനും അമേരിക്കയുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാകിസ്ഥാനിൽ നിന്നുള്ള സാമ്പിളുകൾ ഇതിനോടകം തന്നെ അമേരിക്കയിൽ എത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചൈന ഉയർത്തുന്ന വെല്ലുവിളി ഏത് വിധേനയും അതിജീവിക്കുക അല്ലെങ്കിൽ അതിനെ അവഗണിക്കുക എന്നുള്ളൊരു നിലപാട് അമേരിക്ക നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷേ ചൈന ആ ഭീഷണിക്ക് നിന്നുകൊടുക്കുന്നില്ല. ചൈന ഈ കാര്യത്തിൽ കടുംപിടുത്തം റെയർ എർത്ത് മൂലകങ്ങൾ അമേരിക്കയ്ക്ക് കിട്ടേണ്ടതില്ല. കാരണം അവരുടെ ആയുധ വിപണിയെ അടക്കം അത് വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന സംഗതിയാണ്. അതേപോലെ ചൈനയ്ക്ക് അനുകൂലമായി അവരുടെ വ്യാപാര കരാർ ചൈനയ്ക്ക് അനുകൂലമായി നിലനിർത്താനും ഇത് നിർണായകമാണ് എന്ന് മനസ്സിലാക്കിയാണ് ചൈന ഈ കടുംപിടുത്തം പിടിക്കുന്നത്. പക്ഷേ അതിന് ഏത് വിധേനയും മറികടക്കാനായിട്ടുള്ള ശ്രമങ്ങൾ അമേരിക്ക നടത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന നാളുകളിൽ ചൈനയും അമേരിക്കയുമായിട്ടുള്ള വ്യാപാര യുദ്ധം അത് പുതിയ തലങ്ങളിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ്.